കലൂരിൽ നൃത്തപരിപാടിക്കിടെ ഉമാ തോമസ് എംഎൽഎക്ക് പരിക്കേറ്റ സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ മാർച്ചുണ്ട്. തത്സമയ ദൃശ്യത്തിലേക്ക്. പ്രതിഷേധങ്ങൾ തീരുന്നില്ല, അണയാതിവിടെ കത്തുന്നു, അണയാതിവിടെ കത്തുന്നു. നീതി ലഭിച്ചേ മതിയാകൂ, നീതി ലഭിച്ചേ മതിയാകൂ. പ്രതിഷേധങ്ങൾ പടരട്ടെ, കനലായി കത്തി പടരട്ടെ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. സൂചനയാണ്, സൂചനയാണ്, ഈ സമരം സൂചനയാണ്. അധികാരികളെ കേട്ടോളൂ, മര്യാദയ്ക്ക് ഭരിച്ചില്ലെങ്കിൽ ഇനിയും കത്തും മാളിക്കത്തും. ഓർത്തു കളിച്ചോ അനിൽകുമാറെ, ഓർത്തു കളിച്ചോ CPM, ഓർത്തു കളിച്ചോ ഭരണക്കാരെ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധങ്ങൾ പടരട്ടെ, നീതി ലഭിച്ചേ മതിയാകൂ, നീതി ലഭിച്ചേ മതിയാകൂ. കോടികൾ കട്ടുപിടിക്കാനായി മൃഗവൃക്ഷം തട്ടിപ്പ്, ഭരതനാട്യ തട്ടിപ്പ്. കോടികൾ കട്ടുപിടിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയരാം MLA ജീവൻ വെച്ച് പന്താടിയ കോർപ്പറേഷൻ GCDA. വിവരങ്ങളുമായി ആസിഫ് ചേരുന്നുണ്ട്. ഉമാ തോമസ് എംഎൽഎക്കുണ്ടായ അപകടത്തിൽ പ്രതിഷേധിച്ചാണ് കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ആസിഫ്, കോൺഗ്രസിന്റെ മാർച്ച് എത്രമാത്രം സംഘർഷഭരിതമാണ്, പ്രതിഷേധാത്മകമാണ്? ഇനിയും ഞങ്ങൾ സമരം ചെയ്യും, ഇനിയും ഞങ്ങൾ തെരുവിലിറങ്ങും. തീർച്ചയായും നേതാക്കൾ ഉദ്ഘാടന പ്രസംഗങ്ങൾക്ക് ശേഷം ഇപ്പോൾ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചുകൊണ്ടായിരിക്കുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാനും പ്രവർത്തകർ ഒരു ഭാഗം ശ്രമിക്കുന്നുണ്ട്. ബാരിക്കേഡ് ചാടിക്കടക്കാനുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ബാരിക്കേഡിന്റെ മുകളിൽ കയറി ഇരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളികളുമായി ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ നിൽക്കുകയാണ്. ഏതായാലും ഏകദേശം 11:15 കൂടി ആരംഭിച്ച മാർച്ചാണ് ഇപ്പോൾ അത് ഏകദേശം 1 മണിക്കൂറിലധികം പിന്നിട്ടിട്ടുണ്ട്. 1.5 മണിക്കൂറോളമായി ഇപ്പോൾ ഈ ഒരു മാർച്ച് ഇത്തരത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് സമീപത്തെ റോഡിൽ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗങ്ങൾക്കും MLA അടക്കമുള്ളവർ സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാവുന്നുണ്ട്. നൂറുകണക്കിന് വരുന്ന പ്രവർത്തകർ ഈ ഒരു മാർച്ചിന്റെ ഭാഗമായി ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പോലീസ് ജലപീരങ്കി വാഹനം ഇപ്പോൾ ഏതായാലും മുമ്പിലേക്ക് എടുത്തിട്ടുണ്ട്. ജലപീരങ്കി പോലീസ് പ്രയോഗിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്ന പ്രവർത്തകരെ താഴെ ഇറക്കുക ലക്ഷ്യമിട്ടുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഈ ഒരു മാർച്ചിന്റെ ഭാഗമായിരുന്നു. MLA അടക്കമുള്ളവർ ഭാഗമായ മാർച്ചാണ്. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിന്മാറാതെ പ്രവർത്തകർ പല ഭാഗങ്ങളിലായി ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിൽ മറുപടിയുണ്ടോ?
അപകടത്തിന് കാരണമാക്കിയ ആ ഒരു പരിപാടി ആ രീതിയിൽ നടക്കാനിടയാക്കിയത് എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ചുമായി ഇന്ന് കോൺഗ്രസ് രംഗത്ത് എത്തുകയും ചെയ്തത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ MLA അടക്കമുള്ളവർ ഈ മാർച്ചിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നു. എന്തായാലും വീണ്ടും പോലീസ് രണ്ടാം വട്ടവും ജലപീരങ്കി പ്രയോഗിക്കുന്നത് നമുക്ക് കാണാം. പ്രവർത്തകർ പിന്മാറാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പോലീസ് ഇപ്പോഴും ജലപീരങ്കിയുമായി ഇപ്പോഴും നിലയുറപ്പിക്കുന്നത്. എന്തായാലും ശ്രമം തുടർന്നത്. ഇപ്പോൾ 1-2 പേർക്ക് ഈ ജലപീരങ്കിയുടെ പ്രയോഗത്തിൽ തെറിച്ചു വീണ ചെറിയ രീതിയിൽ പരിക്കേറ്റുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നത്. കാരണം ജില്ലയുടെ പല ഭാഗങ്ങളിലെ പ്രവർത്തകർ ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. എന്തായാലും പോലീസ് ഇപ്പോഴും ജലപീരങ്കി 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിൽ പോലും ഇപ്പോൾ പ്രവർത്തകർ പിന്മാറാൻ തയ്യാറായിട്ടില്ല. എന്തായാലും പ്രതിഷേധ മാർച്ച് തുടരുകയാണ്. ഈ ഉമാ തോമസിന്റെ അപകടത്തിന് കാരണമായ ആ ഒരു കാര്യം, അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പ്രസംഗിച്ചപ്പോൾ DCC പ്രസിഡന്റ് അടക്കമുള്ളവർ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ അടക്കം വലിയ ആക്ഷേപകരമായ പരാമർശങ്ങളടക്കം വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ പേരിനെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ടും മറ്റും സംസാരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടു. അതോടൊപ്പം തന്നെ അൻവർ സാദത്ത് MLA സംസാരിച്ചപ്പോൾ ഈ ഒരു പരിപാടിക്ക് നേതൃത്വം നൽകിയ ഉമാ തോമസ് MLAക്കുണ്ടായ അപകടത്തിൽ പ്രതിഷേധിച്ച് കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസ് നടത്തുന്നത്.